വാർത്തകളിലേക്ക് വിശദമായി. വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റോളുകൾ പൊളിച്ചു നീക്കുന്നു. ജിഡ, ഇളംകുന്നപ്പുഴ പഞ്ചായത്ത്, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ പോലീസിന്റെ സഹായത്തോടെയാണ് പൊളിക്കൽ. സ്ഥലത്ത് മത്സ്യക്കച്ചവടക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, അനധികൃതമെന്ന് പോലീസും മറ്റു സംഘങ്ങളും, പക്ഷേ ഇത് വഴി പോലുമല്ലെന്നാണ് മത്സ്യക്കച്ചവടക്കാർ പറയുന്നത്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, അനധികൃതമായിട്ടുള്ള, അതായത് ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായിട്ടുള്ള സ്റ്റാളുകൾ പൊളിച്ചു നീക്കുന്നു എന്നാണ് ജിഡ അധികൃതരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ ഹാർബറിലേക്കുള്ള വഴി, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പൊളിച്ചു നീക്കൽ നടപടികളെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ചില മത്സ്യത്തൊഴിലാളികൾ ഈ തൊട്ടപ്പുറത്ത്, അതായത് ഇപ്പോൾ നിലവിൽ പൊളിച്ചു നീക്കിയിട്ടുള്ളത് ഈ സിമന്റ് ഒക്കെ തന്നെ ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ താൽക്കാലിക സ്റ്റോളുകളാണ്. ആ സ്റ്റോളുകൾ JCB ഉപയോഗിച്ച് അതിൻ്റെ തിട്ട വരെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ പൊളിച്ചു നീക്കൽ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് പ്രതിഷേധവുമായിട്ട് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നത്. എന്തായാലും ഈ നിലവിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് തന്നെയുള്ള പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. കാരണം അവരെ സംബന്ധിച്ച് അവർ നിലവിൽ കച്ചവടം ചെയ്യുന്നത് നിർമ്മിതികളിലൊന്നുമല്ല, അതായത് സിമെന്റ് കൊണ്ടോ ഒന്നും തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഇടങ്ങളിലല്ല, മറിച്ച് കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഈ തെർമോകോളിന്റെ പെട്ടി അത് നിരത്തി വെച്ച് അതിന് മുകളിലാണ് ചെറിയ രീതിയിലുള്ള മത്സ്യ കച്ചവടം അവർ നടത്തുന്നത്. അത് കൂടെയൊക്കെ വെച്ചുകൊണ്ട് അവിടെ, കാരണം വലിയ വെയിലാണ്, അവിടെയാണ് മത്സ്യ കച്ചവടം നടത്തുന്നത്. ഇതും കൂടി മാറ്റണം എന്നുള്ളതാണ്, ഇതടക്കം മാറ്റണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ജിഡയും പഞ്ചായത്ത് അധികൃതരും ഉള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവർക്ക് ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപജീവന മാർഗമാണ് ഈ കച്ചവടം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നേരത്തെ തന്നെ നോട്ടീസൊക്കെ നൽകിയിരുന്നു എന്ന് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജിഡയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സാധാരണക്കാർക്ക് ഒരു ബദൽ മാർഗമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കാതെയാണ് ഇവർ ഈ സ്റ്റോളുകളും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ കച്ചവടം മാറ്റണമെന്നുള്ള ഒരു ആവശ്യവും ഉന്നയിക്കുന്നത്. ഇവർക്ക് എന്താണ് പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്താ ചേട്ടൻ കുറേ വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണല്ലോ. ഈ പാലം വന്നിട്ടുള്ള ഞാൻ മീൻ കച്ചവടക്കാരൻ തന്നെ 40 വർഷത്തോളം. ഇപ്പം എനിക്ക് 66 വയസ്സായി. 40 കാര്യം ഇവിടെ 3 ഹാർബറാണ്. ഈ മത്സ്യമേഖലയാണ്, ഈ അഴിക്കൽ വൈപ്പിനേരിയ മത്സ്യമേഖലയാണ്. അപ്പം നമ്മളിവിടെ മത്സ്യ കച്ചവടം ചെയ്ത് ജീവിച്ചു വന്ന ആൾക്കാരാണ്. ഈ ഗോശ്രീ പാലം വന്നപ്പോൾ ഇവിടെ മത്സ്യം തുടങ്ങി. ഇപ്പോൾ വലിയൊരു മത്സ്യമേഖല, അതായത് നമ്മൾ ആലപ്പുഴ സ്വർണ്ണക്കടയുള്ള പോലെ ഇവിടെ മൊത്തം മീൻ കച്ചവടം തന്നെയാണ്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറുന്ന സ്ഥിരം. അതുപോലെ ഇന്ന് കേരളത്തിൽ മൊത്തം വഴിയോര കച്ചവടക്കാരാണ്. ആ വഴിയോര കച്ചവടക്കാർ, ഈ കേരളത്തിലെ മൊത്തം വഴിയോര കച്ചവടക്കാർ ഈ സർക്കാരിന് മാറ്റാൻ പറ്റുമോ? സർക്കാരിന് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ജനങ്ങൾ ഉണ്ടാവില്ല ഇവിടെ. അത്രത്തോളം വഴിയോര കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവർ വന്ന് വെറുതെ മാറ്റാൻ പറഞ്ഞു. ഞങ്ങൾ മാറില്ല, ഞങ്ങൾ ചാകാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഉപജീവനം മാത്രം കണ്ടെത്തണം. അല്ലെങ്കിൽ ഇവിടെ വികസനം ഉണ്ട്. ഇവിടെ ഇപ്പം എറണാകുളത്ത് വല്ല കോടികൾ സമ്പാദിച്ച് മാർക്കറ്റ് പണിതല്ല. ഇവിടെയും അതുപോലെ ചെറിയൊരു മാർഗം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഈ സർക്കാരിനെ കൊണ്ട് ചെറിയൊരു മാർഗം ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കച്ചവടം. ഇപ്പം ഗോശ്രീ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് മീനും ഇവിടെ വന്നാൽ കിട്ടുമെന്നുള്ള ഒരു ഫേമസ് ആയി കിടക്കണേണ്. ആലപ്പുഴ ഒരു സ്വർണ്ണക്കടയുണ്ട്, അതുപോലെ മൊത്തം മത്സ്യവ്യാപാരമാണ് ഇവിടെ. വേറൊരു സൗകര്യം ഒരുക്കാതെയാണ് നിങ്ങളോട് മാറാൻ പറയുന്നത്. മാറാൻ പറയും. നമുക്കൊരു നോട്ടീസും ഇല്ല. നമ്മൾ ചെറിയ കച്ചവടക്കാർ, നമുക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് പഞ്ചായത്തുകാർക്ക് അറിയാം ഞങ്ങൾക്ക് കച്ചവടം ചെയ്യണം. പഞ്ചായത്തുകാർ ഒരു പ്രാവശ്യം ഞാൻ പിടിച്ചിട്ട് ഞങ്ങൾക്ക് അന്നേരം നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്തെന്നൊക്കെ പറഞ്ഞാണ് പഞ്ചായത്തുകാർ. ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ അനുമതി അവർ തന്നാണ്. ഈ കൊറോണ ടൈമിന് ഞങ്ങൾ മാറി നിന്നപ്പോൾ അത് നിങ്ങൾ കച്ചവടം ചെയ്തോ, ലൈസൻസ് ഉള്ള കടക്കാർക്ക് മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു ഇത് വന്നു സർക്കാരിൻ്റെ. അത് വേണ്ട, ബാക്കിയുള്ളവർ കച്ചവടം, വൻകിട കച്ചവടക്കാർ കച്ചവടം ചെയ്യുമ്പോൾ അന്നന്ന് ജീവിക്കുന്ന ഒരു കച്ചവടം എന്താ ബുദ്ധിമുട്ടെന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ബുധനാഴ്ച ഒരു കച്ചവടം ചെയ്തു, SIയും പോലീസുകാരും എന്ത് വേണം ചെയ്താൽ ഞാൻ നോക്കാൻ നടത്തുന്നു പഞ്ചായത്തിലെ ആൾക്കാർ. അന്ന് മുതൽ പഞ്ചായത്തിന് ഞങ്ങൾ കച്ചവടം ചെയ്തു. എങ്ങനെയാണ് തീരുമാനം? ഞങ്ങൾ മാറില്ല. ഞങ്ങൾ മാറുന്നതിന് അങ്ങനെ കേരളത്തിലെ മൊത്തം കച്ചവടക്കാർ മാറില്ല. മൊത്തം കേരളത്തിലെ കച്ചവടം നിർത്തട്ടെ, വഴിയുടെ കച്ചവടം കേരളത്തിലെ മൊത്തം നിർത്തട്ടെ. ഞാൻ മാറും തയ്യാറ്, അല്ലെങ്കിൽ ഞാൻ ചാകും. പിന്നെന്താ, ഒരാൾക്ക് മാത്രം ജീവിച്ചാൽ. ഈ എറണാകുളം റോഡിൽ എന്ത് തിരക്കാണ്. ഒരാൾക്ക് കൊടയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ കച്ചവടം ചെയ്യില്ല. പിന്നെ ഇവിടെ എന്ത് തിരക്കുണ്ട്. ഇവിടെ 3 ഹാർബറിൻ്റെ തിരക്കാണ്. എൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഇവിടെ 4 കച്ചവടക്കാർ മീൻ ചെയ്യുന്ന തിരക്കല്ല. 3 ഹാർബറുണ്ട്, വൻകിട 3 ഹാർബറുണ്ട്. അവിടെ മീൻ വാങ്ങിക്കാനും ഇവിടെ മീൻ വാങ്ങിക്കാനും വരുന്നവരുടെ കച്ചവടമാണ്.
അല്ലാണ്ട് ചില്ലറക്കാർ 4 തട്ടീൻ്റെ തിരക്കല്ല. ഇവിടുത്തെ ഹാർബർ നിർത്തിക്കോ, ഇവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ 3 ഹാർബർ ഇവിടെ തിരക്കുണ്ടാവില്ല. ഈ ഗോസ്റ്റ് ജംഗ്ഷൻ മത്സ്യമേഖലയില്ല. ഊട്ടിയിൽ തന്നെ ആപ്പിൾ കിട്ടണ്ട്, അവിടെ വഴിയോര കച്ചവടമുണ്ട്. ആപ്പിളിൻ്റെ പേരൊക്കെ കിട്ടണ്ട് പഴയിൽ, അവിടെയും വഴിയോര കച്ചവടമുണ്ട്. പിന്നെ ഇവിടെ എന്താണ് വീണ്ടാക്കുന്നത്? സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അവരടക്കമുള്ളവർ ഇവിടെ നിന്ന് മാറണമെന്നുള്ളതാണ് പറയുന്നത്. അമ്മമാരടക്കമുള്ളവർ രാവിലെ മുതൽ ഇവിടെ കച്ചവടം ചെയ്യും. ഏകദേശം ഈ സ്റ്റോൾ ഇടാത്ത രീതിയിൽ ഈ കുട വെച്ചുള്ള കച്ചവടം ഒരു 10-15 പേരുണ്ട്. അവരടക്കം മാറിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരിടത്ത് പോയി കച്ചവടം ചെയ്യാൻ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നോ? ഇവിടെ തന്നെ ഇരുന്ന് ഇത് തീരുന്ന വരെ ഇവിടെ ഇരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ മാറ്റി വെക്കും. അത്രയും ചെയ്യുള്ളൂ. അല്ലാണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകും. ഇത് കാശ് കൊടുത്ത് കടം മേടിച്ചേക്കണേ. കാശ് കൊടുക്കണ്ട അവിടെ. ഈ കടം മേടിച്ച സാധനത്തിന് കാശ് കൊടുക്കാണ്ട് വെറുതെ അവര് സമ്മതിക്കോ? അത് തന്നെ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും. ഇതില്ലാണ്ട് ജീവിക്കാനൊന്നും പറ്റൂല. ഞങ്ങൾ ആരും നോക്കി പൈസ അങ്ങോട്ട് ആരും നോക്കോ? അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്ന വരെ ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് കച്ചവടം ജയിച്ചാവും. അമ്മയോടൊക്കെ പറഞ്ഞിരുന്നോ ഇത് ഇങ്ങനെ മാറണോ? പറഞ്ഞില്ല. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പോകാനുള്ള സ്ഥലത്തൊക്കെ പോയിട്ടാണ് വീണ്ടും ഇതെടുത്തത്. ഞങ്ങൾ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ അകത്തോട്ട് മാറ്റി. അവിടെ നിന്ന് പിന്നെ ഒരു ദിവസം 1000 രൂപ ഞങ്ങളോട് ചോദിച്ചു വാടക. അപ്പം ഞങ്ങളോട് കൊടുക്കാനില്ല. ഞങ്ങൾ ഇത്തിരി മീനെടുത്ത് വിൽക്കുമ്പോൾ 1000 രൂപ പോലും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് പഞ്ചായത്തിലൊക്കെ പോയി അതിനോടൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ചെറിയ കച്ചവടം നടക്കണം. തലയിൽ വെച്ച് ചുമടെടുക്കാൻ പറ്റില്ല മോളെ. അല്ലാണ്ട് എന്ത് ചെയ്യും ഇത് ഞങ്ങൾ? അതുകൊണ്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ആളുകളുടെ ഇങ്ങനെ കൈ നീട്ടിയാൽ ഒരു ദിവസം തരും, 2-ാം ദിവസം പോകുമ്പോൾ അവർ തരുമോ? പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഴിയും. ഞങ്ങൾ 2 പേർക്കിടെ കാര്യം കഴിയണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് പണിക്കാരുമില്ല, ആരുമില്ല. ഞങ്ങൾ 2 പേരും കഷ്ടപ്പെടണം. കൃഷ്ണരാജ് ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം ഇവിടുത്തെ നേരത്തെയുള്ള സ്റ്റോളുകൾ, അതായത് നേരത്തെ പൊളിച്ചു നീക്കിയ നിർമ്മിക്കപ്പെട്ട സ്റ്റോളുകളുണ്ടല്ലോ, ആ സ്റ്റോളുകളുടെ ഉടമകൾക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് ജിഡയുടെ അധികൃതരോട് ഇവിടെ നിന്ന ആളുകളോട് നമ്മൾ സംസാരിച്ച സമയത്ത് അവർ മറുപടി നൽകിയത്. പക്ഷേ ഈ കുടക്കീഴിൽ കച്ചവടം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ ജിഡയുമായിട്ടും എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് അധികൃതരുമായിട്ട് ഇവർ ചർച്ച നടത്തിയ സമയത്ത് ഈ വഴിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റോളുകളാണെങ്കിലും മറ്റ് കച്ചവടമാണെങ്കിലും നീക്കം ചെയ്യുമ്പോൾ ബദലായിട്ട് തങ്ങൾക്ക് കച്ചവടം ചെയ്യാനായിട്ട് ഒരിടം വേണം. അതായത് തങ്ങൾ ആവശ്യത്തിന്, അതായത് നിശ്ചയിക്കുന്ന തുക അത് വാടക ഇനത്തിൽ നൽകാം. ഇതിന് തൊട്ട് സമീപത്ത് തന്നെ ഒരു മാർക്കറ്റിൽ തന്നെ, ഹാർബറിൽ തന്നെ ഒരിടം വേണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ആ ആവശ്യം നടപ്പാക്കാമെന്ന് വാഗ്ദാനം നൽകിയതല്ലാതെ അത് നടപ്പാക്കാതെയാണ് നിലവിൽ ഈ പൊളിച്ചു നീക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ അതിസാധാരണക്കാരായിട്ടുള്ള ആളുകൾ കുടക്കീഴിൽ കച്ചവടം നടത്തി വൈകുന്നേരം ആകുമ്പോൾ ആ ക്യാഷുമായിട്ട് അല്ലെങ്കിൽ ആ പണവുമായിട്ട് ഇവരെ ഈ കുടമടക്കി ഇവിടെ വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. ഒന്നും കെട്ടിപ്പൊക്കി ഇവിടെ കച്ചവടം നടത്തുന്നവരും അല്ല. അവരെ സംബന്ധിച്ച് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ കച്ചവടം നടത്തുന്നത്. അവർക്ക് ബദലായിട്ടുള്ള ഒരു മാർഗമോ അല്ലെങ്കിൽ സൗകര്യമോ ഒരുക്കിയിട്ടുമില്ല. ആ സൗകര്യം ഒരുക്കാതെ ഈ നടത്തുന്ന ഈ പൊളിക്കൽ നടപടികൾ തങ്ങൾക്ക് കച്ചവടം നടത്താൻ സാധിക്കില്ല, ഇവിടുന്ന് മാറണമെന്ന് പറയുന്ന അധികൃതരുടെ സമീപനം അത് നീതിയുക്തമല്ല എന്നാണ് ഈ സാധാരണക്കാർ നമ്മോട് വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്, രേഷ്മ, ഇപ്പോൾ 1-2 പേരുമായി രേഷ്മ തന്നെ സംസാരിച്ചുവല്ലോ. അവർ പ്രതികരിക്കുന്നത് വളരെ ആത്മരോഷത്തോടെയാണ്. ഞങ്ങളുടെ ഇടം എന്നവർ പറയുന്നില്ല, ഞങ്ങൾ ഇരിക്കുന്ന ഇടം അത് താൽക്കാലികം മാത്രമാണ്. ഇവർ എങ്ങനെയാണ് ഇവിടെ തുടരുന്നത്? അതായത് ഈ പൊളിച്ചു മാറ്റൽ നടപടിക്രമങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിയതാണോ അതോ? കൃഷ്ണരാജ്, അതായത് ഈ പൊളിച്ചു നീക്കിയതൊക്കെ തന്നെ ഈ താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ സ്റ്റോളുകളായിട്ടുള്ള ഇടങ്ങളാണ്. അത് പൊളിച്ചു നീക്കി ആദ്യഘട്ടം. പക്ഷേ തൊട്ടപ്പുറത്താണ് ഈ തെർമോകോൾ പെട്ടി വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുള്ളത്. അവരോട് മാറണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഒപ്പം തന്നെ അവിടെ നിന്ന് മാറ്റും, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്തുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഈ ഭാഗത്ത് കുറച്ച് പെട്ടികളൊക്കെ അടുക്കി വെച്ചിട്ട് കച്ചവടം ചെയ്ത ആളുകളുണ്ട്. അവർക്ക് നിലവിൽ അവിടെ കച്ചവടം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. തൊട്ടപ്പുറത്തുള്ള ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അവർ ആ സമയത്താണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ ചെറിയ സ്റ്റോളുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ളത് ഈ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അവരെ ഒഴിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പറയുന്നത്. നിലവിൽ അധികൃതരാരും തന്നെ പോയിട്ടില്ല, മറിച്ച് ഈ നടപടികൾ പുരോഗമിക്കുമെന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ അവരോട് തന്നെ ചില ആളുകളോടും കൂടി നമുക്ക് ചോദിച്ചറിയാം. അമ്മ ഇവിടെ കച്ചവടം ചെയ്യുന്നതാണോ? എന്താ അമ്മയോടൊക്കെ കച്ചവടം? ഞങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി. ഞാനൊരു അരയത്തി കുട്ടിയാണ്. മീൻ മേടിച്ച് മീൻ ഭർത്താവ് പിടിച്ചുകൊണ്ട് വന്നിട്ട് ചെമ്മീനും മീനൊക്കെ പീരി ചെയ്തും ചാളയൊക്കെ നന്നാക്കി കൊടുക്കണേ. മരുമോനും ഞാനും കൂടെ അവിടെയാണ് ചേച്ചിയുടെ തട്ട്. പക്ഷേ കുറേ കാലം ഇങ്ങനെ ജീവിക്കണത്. അപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. നമുക്ക് വേറൊരു വഴിയില്ല, മാർക്കറ്റിംഗ് ഇല്ല. ഒന്നാമത്തെ കാര്യം ഈ വൈപ്പിൻകരയിലൊരു മാർക്കറ്റിംഗ് ഇല്ല. എത്രയോ കാലം നമ്മൾ പഞ്ചായത്തിൽ പറഞ്ഞു, എല്ലായിടത്തും പറയാണ്ട് മാർക്കറ്റ് വേണം ഒന്നും ചെയ്യണില്ല. അതായത് കൃഷ്ണരാജ്, ഇതിന് തൊട്ടപ്പുറത്ത് ഹാർബറിനോട് ചേർന്ന് ചെറിയ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അത് തന്നെ നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. അതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളോ ബദൽ മാർഗങ്ങളോ ഈ പറയുന്ന കച്ചവടക്കാർക്ക് ഒരുക്കിയിട്ടില്ല. അവരോട് പഞ്ചായത്ത് നേരത്തെ ഇവിടെ കച്ചവടം ചെയ്യാം എന്നുള്ളൊരു അനുമതിയൊക്കെ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അതിൽ രേഖാമൂലമായിട്ടുള്ള അനുമതിയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നിലവിൽ ഈ ദിവസം അടിസ്ഥാനത്തിൽ, അതായത് ദൈനംദിന ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പെട്ടിയടിക്കുള്ള കച്ചവടം നടത്തുന്നത്. അവർ കൂടി ഒഴിഞ്ഞു മാറണമെന്നുള്ളതാണ് നിലവിൽ ജിഡ അറിയിച്ചിട്ടുള്ളത്. അതിന് തൊട്ടപ്പുറത്തുള്ള സ്റ്റോളുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇവരിലേക്ക് എത്തുന്ന സമയത്ത് അത് അനുവദിക്കില്ല എന്നും കൂടി ഈ മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഹാർബറിലേക്കുള്ള വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോളുകൾ, ഒപ്പം തന്നെ ഇവിടുത്തെ കച്ചവടം ഒക്കെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് ജിഡയും പഞ്ചായത്ത് അധികൃതരും മുന്നോട്ട് വന്നത്. പോലീസിന്റെ സഹായത്തോടു കൂടി രാവിലെ മുതൽ ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. JCB അടക്കം ഈ സ്റ്റോളുകൾ പൊളിച്ച് നീക്കം ചെയ്യുന്നുണ്ട്. എന്തായാലും തൊട്ടിപ്പുറത്തെ ചില പെട്ടി കച്ചവടക്കാരായിട്ടുള്ള, അതായത് മത്സ്യം പെട്ടിയിൽ കൊണ്ടുവച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളെയൊക്കെ നീക്കം ചെയ്തു. ഒരു 5-6 മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും കച്ചവടം തുടരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തങ്ങൾ ഇവിടെ തന്നെ കച്ചവടം തുടരുമെന്നാണ് അവർ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ഇവിടെയാണ് അവരുടെ കേന്ദ്രം, കച്ചവട കേന്ദ്രം. അവരായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിപണന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തേക്ക്, അതായത് ഈ സമീപ പ്രദേശത്തല്ലാതെ മറ്റൊരിടത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവരുടെ കച്ചവടത്തെ അത് ബാധിക്കുകയും ചെയ്യും. കാരണം അവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് തുച്ഛം തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരിടം എന്ന് പറയുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഇടമായിരിക്കണം. അവിടെ ഒരു സൗകര്യം ഒരുക്കാതെ നീക്കം ചെയ്യും എന്ന് പറയുന്നത് നീതിപൂർവമല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കൃഷ്ണരാജ്. വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റോളുകൾ പൊളിച്ചു നീക്കുന്നു. എതിർപ്പുമായി മത്സ്യത്തൊഴിലാളികൾ അവിടെ രംഗത്തുണ്ട്. അവർ ഉപജീവനത്തിന് വേണ്ടി കെട്ടിപ്പൊക്കി വച്ച ഇടത്തല്ലാതെ താൽക്കാലികമായിരിക്കുന്നവരാണ്. അവരുടെ പ്രതിഷേധം കണ്ടേ മതിയാകൂ എന്നാണ് അവരുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.